ഹായ് കൂട്ടുകാരെ, പയറുപ്പേരിയാണ് പരിചയപ്പെടുത്തുന്നത്. നാടൻ പയറുപ്പേരി. ഈ പയർ ഞാൻ കത്തി കൊണ്ടല്ല അരിഞ്ഞിട്ടുള്ളത്, പൊട്ടിച്ച് നാരൊക്കെ ചീന്തിക്കളഞ്ഞതാണ്. കൈകൊണ്ട് പൊട്ടിച്ച് നാരെല്ലാം ചീന്തിക്കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. കഴുകി വാരി വെച്ചിട്ടുണ്ട്. 1/2 കിലോ പയറാണ് ഉള്ളത്. ആവശ്യമായ സാധനങ്ങൾ 3 വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ചധികം ചെറിയുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. എൻ്റെ ഈ ഒരു ഉരകല്ലിലാണ് ഇതൊക്കെ ചതച്ചെടുക്കുന്നത്. ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. കോരിയെടുക്കൊന്നും വേണ്ട. അതിൻ്റെ ഒപ്പം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുത്തി ചതച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം വരുവോളം കുത്തി ചതയ്ക്കണം. കുറച്ചെണ്ണം ചതച്ച ശേഷം പിന്നെ കുറച്ചിട്ട് കൊടുക്കുക. ചാടിപ്പോവും. അപ്പോൾ വീണ്ടും പിടിച്ചിട്ട് കുത്തണം നമ്മൾ. ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. മുളകൊക്കെ നല്ലോണം നമ്മൾ ഇടിച്ചു കൊടുത്താലേ ചതയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പീസാക്കിയിട്ട് കീറിയിട്ടാലും മതി. നല്ല ചതയണം അത്. എന്നിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ചീന്തിയിട്ടാൽ മതി. അപ്പോൾ എണ്ണ നല്ലോണം കാഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. മൊരിയണ വരെ വറുക്കുക. നല്ലോണം വറുത്തെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ തീയൊന്ന് താത്തി കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവി കയറി മൂക്കിൽ കയറിയിട്ട് നമുക്ക് ചുമ വരും. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പയർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മറിക്കാം. തീ ഇപ്പോഴും ഞാൻ കൂട്ടിയിട്ടില്ല. ഇനി ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചപ്പയറിൽ അധികം ഉപ്പൊന്നും പിടിക്കില്ല. പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പോരെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കും വിധം ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. തീ കൂട്ടി കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ലൊരു മണമായിട്ടുണ്ട്. ഇതിന് പയർ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് ഓഫ് ചെയ്യരുത്. കുഞ്ഞു തീയൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ കിടക്കണം. ഇടയ്ക്ക് ഓരോന്ന് ഇളക്കി കൊടുത്താൽ മതി. ബാക്കിയുള്ള വെള്ളം കൂടി വറ്റി ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് വെള്ളവും വറ്റി ഉപ്പേരി ഇപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓണസദ്യക്കൊക്കെ ഞാൻ ഈ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്.